നമസ്കാരം. പ്രധാന വാർത്തകൾ. മെഡിക്കൽ കോളേജിൽ ആംബുലൻസ് പകൽക്കൊള്ള. ജീവനക്കാരും മാഫിയയും കൈകോർക്കുമ്പോൾ പാവപ്പെട്ടവർക്ക് വഴിമുട്ടുന്നു തിരുവനന്തപുരം. സംസ്ഥാനത്തെ പ്രമുഖ ചികിത്സാ കേന്ദ്രമായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സ്വകാര്യ ആംബുലൻസ് മാഫിയയുടെ അഴിഞ്ഞാട്ടം. രോഗികളുടെ നിസ്സഹായാവസ്ഥ മുതലെടുത്ത് 5000-ഉം 10,000-ഉം രൂപയാണ് ഓരോ ട്രിപ്പിനും ഇവർ ഈടാക്കുന്നത്. പാവപ്പെട്ടവർക്ക് ഏക ആശ്രയമായ 108 കനിവ് ആംബുലൻസുകളെ ക്യാമ്പസിൽ നിന്ന് മനഃപൂർവ്വം അകറ്റി നിർത്തിയാണ് ഈ കൊള്ളയടി തുടരുന്നത്. ആയിരങ്ങൾ പിഴിഞ്ഞെടുക്കുന്ന സ്വകാര്യ ലോബി സ്വകാര്യ ആംബുലൻസുകൾ ഈടാക്കുന്ന തുകയ്ക്ക് യാതൊരു നിയന്ത്രണവുമില്ല. സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത നിരക്കുകളാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ചൂഷണത്തിന്റെ നിരക്ക്. ഹ്രസ്വദൂര യാത്രകൾക്ക് പോലും 2000 രൂപ മുതൽ മുകളിലോട്ടാണ് നിരക്ക്. ICU സൗകര്യമുള്ള ആംബുലൻസുകൾക്ക് 5000 മുതൽ 15,000 രൂപ വരെ ഈടാക്കുന്നതായാണ് വിവരം. കമ്മീഷൻ കളി. ഇതിന് പിന്നിൽ ആശുപത്രിയിലെ ഒരു വിഭാഗം ജീവനക്കാരുടെ ശക്തമായ പിന്തുണയുണ്ടെന്ന ആക്ഷേപമുണ്ട്. 108 ആംബുലൻസിനെ വിളിക്കാൻ ശ്രമിക്കുന്ന രോഗികളോട് അത് വരാൻ വൈകും, അതിൽ സൗകര്യമില്ല എന്നിങ്ങനെ തെറ്റായ വിവരങ്ങൾ നൽകി പാവപ്പെട്ടവരെ സ്വകാര്യ ലോബിയുടെ കയ്യിൽ എത്തിക്കുന്നത് ഈ ജീവനക്കാരാണ്. ഓരോ ട്രിപ്പിനും കൃത്യമായ വിഹിതം ഈ ജീവനക്കാർക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. 108 സേവനം എവിടെ? സംസ്ഥാനത്തെ മറ്റ് എല്ലാ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും 108 ആംബുലൻസുകൾക്ക് മുൻഗണന നൽകുമ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം ഈ സംവിധാനം നിർജ്ജീവമാണ്. കയ്യിൽ പണമില്ലാതെ വരുന്ന രോഗികൾക്ക് മരുന്നിനും ഭക്ഷണത്തിനും പോലും കഷ്ടപ്പെടുമ്പോഴാണ് ആംബുലൻസുകാർ വൻ തുക ചോദിക്കുന്നത്. ഇവിടെ 108 സർവീസ് കൃത്യമായി ഉണ്ടായിരുന്നെങ്കിൽ ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് അത് വലിയ ആശ്വാസമാകുമായിരുന്നു. ഒരു സാമൂഹ്യ പ്രവർത്തകൻ. ഉടൻ വേണം സൗജന്യ സർവീസുകൾ. സ്വകാര്യ ആംബുലൻസുകളുടെ ചൂഷണം ഒഴിവാക്കാൻ ആശുപത്രി അധികൃതർ അടിയന്തരമായി ഇടപെടണം. 108 യൂണിറ്റുകൾ വർദ്ധിപ്പിക്കുക. മെഡിക്കൽ കോളേജ് ക്യാമ്പസിനുള്ളിൽ കൂടുതൽ 108 ആംബുലൻസുകൾക്ക് പാർക്കിംഗ് സൗകര്യം ഒരുക്കുകയും അവയുടെ സേവനം ഉറപ്പാക്കുകയും വേണം. തുച്ഛമായ നിരക്കിൽ ആശുപത്രി സർവീസ്. പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ആശുപത്രിയുടെ സ്വന്തം ആംബുലൻസുകൾ കുറഞ്ഞ നിരക്കിലോ സൗജന്യമായോ ലഭ്യമാക്കണം. മാഫിയ വിരുദ്ധ നടപടി. ആംബുലൻസ് ഡ്രൈവർമാരും ആശുപത്രി ജീവനക്കാരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണം. നിരാലംബരായ രോഗികളുടെ പോക്കറ്റടിക്കുന്ന ഈ ക്രൂരതയ്ക്ക് അറുതി വരുത്താൻ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം.